ഇപ്പോൾ BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഈ ആഗോള അയ്യപ്പ സംഗമം മുതലൊക്കെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് മുതലൊക്കെ തന്നെ ഈ SNDP ഇടതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം കൂടെ എത്തിയപ്പോൾ അതിൽ NSSും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സാമുദായിക സംഘടനകളെ ഒക്കെ കൂടെ നിർത്തിയാണ് ഇപ്പോൾ ഇടത് മുന്നോട്ട് പോകുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തെയും അതിൽ ഇടതുമുന്നണിയും അല്ലെങ്കിൽ സർക്കാരുമായി ചേർന്നുകൊണ്ട് സാമുദായിക സംഘടനകൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നു, അത് അവർക്ക് വലിയ ഗുണം ചെയ്യുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ആ സംഘടനകളെ സംബന്ധിച്ചോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടുകളോ അതൊക്കെ ഇതിനെ കൂട്ടിക്കുഴച്ച് അതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയുടെ ഭാഗമായി വരേണ്ടതുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉയർന്നു വന്ന, പ്രത്യേകിച്ച് ശബരിമലയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള ക്ഷീണം തീർക്കുന്നതിനും അതോടൊപ്പം തന്നെ ഭക്തന്മാരായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് അതിലുണ്ടായിട്ടുള്ള അമർഷം, അത് കേരളം മുഴുവൻ ഉണ്ടായിട്ടുള്ളതാണ്, രാജ്യം മുഴുവൻ ഉണ്ടായിട്ടുള്ളതാണ്. അത് ഭക്തന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ശബരിമലയിൽ ഈ സർക്കാർ നടത്തിയിട്ടുള്ള തെറ്റായ നടപടികൾ, ആ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായതാണ്. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് അതിൽ തങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഈ തരത്തിലൊരു പരിപാടി നടത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു നടപടിയും സർക്കാരിന് ചെയ്യാനില്ല. അതേ സർക്കാർ തന്നെ ശബരിമലയുടെ വികസനത്തിൽ ഏതെങ്കിലും തരത്തിൽ സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നാം കാണുന്നത്. സാമുദായിക സംഘടനകളെ സംബന്ധിച്ച് അതിപ്പോ SNDPയുടെ കാര്യമാണ് താങ്കൾ എന്നോട് ചോദിച്ചത്. SNDP ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട്, അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം, ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതായി നമ്മുടെ മുന്നിലില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി, പ്രചരണത്തിന്റെ ഭാഗമായി, ഏതെങ്കിലും നടപടിയുടെ ഭാഗമായി അവരുടെ പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് കൊണ്ടോ അതൊന്നും വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയും ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. എല്ലാ വിഷയങ്ങളിലും സാമുദായിക സംഘടനകളെ സംബന്ധിച്ച്, അതിന്റെ നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് എല്ലാ വിഷയങ്ങളിലും അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. പങ്കാളിത്തം ഉറപ്പാക്കുക, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിനകത്തുണ്ടല്ലോ, അതിൽ രാഷ്ട്രീയമില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ നിലപാടുകൾ അതനുസരിച്ച് സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ നടപടിയുടെയും അവരുടെ വിശ്വാസത്തിന്റെയും ഒക്കെ പ്രശ്നമാണ്. സംഘടനാപരമായിട്ടുള്ള തീരുമാനത്തിന്റെ എല്ലാം കാര്യങ്ങളാണ്. അതിൽ രാഷ്ട്രീയത്തെ കൂട്ടിക്കലർത്തേണ്ടതില്ല, തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയവുമല്ല. അതായത് അപ്പോൾ താങ്കൾ ഈ പറഞ്ഞു വെച്ചത് ഈ സാമുദായിക സംഘടനകളെ കൂടെ നിർത്തുന്നതിൽ തെരഞ്ഞെടുപ്പിനൊരു ലക്ഷ്യമില്ല, തെരഞ്ഞെടുപ്പിനൊരു അജണ്ട അതിന് പിന്നിലില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന്റെ അജണ്ടക്ക് വേണ്ടി ഒരു കളമൊരുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. പക്ഷെ അത് വിലപ്പോകുമോ എന്നുള്ള കാര്യം അവർ തന്നെ പരിശോധിക്കേണ്ടതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ഭക്തന്മാർക്കും ആളുകൾക്കും ഉണ്ടായിട്ടുള്ള ഈ സർക്കാരിനോടുള്ള വിരോധം, അത് ഈ തരത്തിലുള്ള ഒരു പ്രകടനം കൊണ്ട് തിരുത്താൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. സർക്കാർ ശ്രമിക്കുന്നത് അതിനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ നിലപാടിനൊപ്പമാക്കി മാറ്റി സാമുദായിക സംഘടനകൾക്ക് പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു ചർച്ചയുണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ഈ സാമുദായിക സംഘടനകളുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ചർച്ചയുണ്ടാക്കുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു 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 ചർച്ചയുടെ ഭാഗമാണ്. പക്ഷെ അതേസമയം തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാടോ ഒരു സാമുദായിക സംഘടനയും പ്രഖ്യാപിച്ചതായി നമ്മുടെ മുന്നിലില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്ന ആളുകൾ, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി അതിന്റെ നടപടികളിലോ അതിന്റെ കാര്യക്രമങ്ങളിലോ ഒക്കെ പങ്കെടുക്കുന്ന സാമുദായിക സംഘടനാ നേതാക്കന്മാരാണെങ്കിലും ആളുകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ അത് ഈ സർക്കാർ ക്ഷണിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന എന്നുള്ള നിലക്ക് പ്രതിനിധാനം ചെയ്യുക, പ്രതിനിധീകരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിൽ ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വോട്ട് ബാങ്കിന്റെ ഭാഗമായി അതിനെ മാറ്റാം എന്ന് ശ്രമിച്ചാൽ അതിനൊന്നുമുള്ള ഒരു സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. കാരണം ഈ സർക്കാർ നടത്തിയിട്ടുള്ള തെറ്റായ നടപടികൾ, നിലപാടുകൾ, പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളതിലൂടെ തങ്ങൾ ശബരിമലക്ക് അനുകൂലമാകുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ, ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം, അതല്ലേ പ്രധാനപ്പെട്ട വിഷയം.
ആ ശബരിമലയിൽ ഈ സർക്കാർ വന്നതിന് ശേഷം സ്വർണ്ണപ്പാളികൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടുപോയി ഏതാണ്ട് 40 ദിവസത്തോളം അത് കൈവശം വെച്ച് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി പ്രത്യേകമായിട്ടുള്ള ഉത്തരവിറക്കി അത് കൊടുത്തുവിട്ട് അതിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിട്ടയേർഡ് ജഡ്ജിയെ വെച്ചുകൊണ്ട് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിന്റെ മുഴുവൻ നിലവിലുള്ള അതിന്റെ ആസ്തി വകകൾ എന്ന് പറഞ്ഞാൽ സ്വർണം ഉൾപ്പെടെയുള്ള മുഴുവൻ വസ്തുവകകളെ സംബന്ധിച്ച് ലിസ്റ്റ് തയ്യാറാക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ വന്നതിന് ശേഷം 2016 ശേഷം ഈ വിഷയമെല്ലാം ഉണ്ടാകുന്ന 2019 ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന 2025 വലിയ തട്ടിപ്പുകളും വലിയ തരത്തിലുള്ള തെറ്റായ നടപടികളും ശബരിമലയുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റും അതോടൊപ്പം തന്നെ ചെയ്തിട്ടുള്ള ഒരു ദേവസ്വം ബോർഡുമാണ് ഈ സംസ്ഥാനത്തുള്ളത്. അങ്ങനെയുള്ള ഒരു ദേവസ്വം ബോർഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള തെറ്റായ നടപടികളെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ മുൻപിൽ വിശ്വാസികളുടെ മുൻപിൽ ഞങ്ങൾ ഇതിന്റെ ഭാഗമാണ്, ഞങ്ങൾ ശബരിമലയെ സംരക്ഷിക്കുന്നവരാണ് എന്നുള്ള ഒരു ചർച്ച ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താനുള്ള ഒരു വൃഥാശ്രമം നടത്തി എന്നുള്ളത് മാത്രമാണുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ പി കൃഷ്ണദാസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.